ജാസ്മിനും ഗബ്രിയും ഒരു പിണക്കവും ഇണക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. വലിയൊരു കരച്ചിലൊക്കെ ആയിരുന്നു. സംഭവം വേറൊന്നുമല്ല, അവിടെ ഗബ്രി സംസാരിക്കുന്ന ടോപ്പിക്ക് കേൾക്കാനായിട്ട് ജാസ്മിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആകാശത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്ക് തർക്കവും കരച്ചിലും പിരിച്ചിലും ഭയങ്കര കരച്ചിലായിരുന്നു. ജാസ്മിൻ നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം രണ്ടുപേരും അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ സംസാരിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളാണ്. ജാസ്മിൻ ചോദിക്കുകയാണ് ഗബ്രിയുടെ അടുത്ത്, ഈ വീട്ടിൽ നിനക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് ആരുടെ അടുത്താണ്, നിനക്ക് ഈ വീട്ടിലുള്ള എല്ലാവരും കംഫർട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ ഒരാളായിട്ട് മാത്രമേ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ, അപ്പോൾ റസ്മിൻ ഫ്രണ്ട് അല്ലേ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ജസ്റ്റ് ഫ്രണ്ടാണ്, ഓക്കെ കുഴപ്പമില്ല, അതൊരു ഫ്രണ്ട്, പക്ഷെ അത്ര കംഫർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എനിക്ക് ഈ വീട്ടിൽ ഒരാളായിട്ട് മാത്രമേ അത്രയും കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, അത് നീ മാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ രണ്ട് പേരാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്, ഒന്ന് നീയെ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് റസ്മിനാണ്. റസ്മിൻ എനിക്ക് അത്യാവശ്യം കംഫർട്ടാണ്, എനിക്ക് ഓക്കെ ആണ്, നല്ലൊരു ഫ്രണ്ടായിട്ട് റസ്മിന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വീട്ടിലെ പലർക്കും ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു ഇഷ്ടക്കേട് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവരത് എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ അവർക്ക് എന്തോ ഒഴിഞ്ഞു പോയ പോലെയുള്ളൊരു ഫീലിംഗ് അവരെ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇല്ല നിൻ്റെ തോന്നലാണത്, അങ്ങനെയൊന്നും ഇവിടെ ആർക്കും ഇല്ല, അത് നിൻ്റെ തോന്നൽ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നത്, ഞാനല്ല അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്, അപ്പോൾ അവർ ഇഷ്ടക്കേട് കാണിക്കുന്നത് എൻ്റെ അടുത്താണല്ലോ, എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരണ്യ ചേച്ചി വലിയ കുഴപ്പമില്ല, ശ്രീധുവിനൊന്നും എന്നെ ഒട്ടും ഇഷ്ടമല്ല, അപ്സരയ്ക്കാണെന്നുണ്ടെങ്കിലും ഒട്ടും എന്നെ ഇഷ്ടമല്ല, അർജുനെ ഋഷിക്ക് ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടക്കേടുള്ള പോലെ എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. ആകെ എനിക്ക് കംഫർട്ട് എന്ന് പറയുന്നത് ഇവിടെ രണ്ടുപേരുള്ളത് നീയും പിന്നെ റസ്മിനും മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഇതായിരുന്നു അവരുടെ ടോപ്പിക്ക്. എന്തായാലും ആ വീട്ടിലുള്ളവർക്ക് ഇവരുടെ അടുത്തൊരു അകൽച്ച തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവർ തന്നെയാണ്. ഇവർ ആ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് ഇടപഴകാതെ ഇവരെപ്പോഴും ഒരുമിച്ചിരുന്ന് ഇവർ മാത്രം സംസാരിക്കുമ്പോൾ മറ്റുള്ളവരായിട്ട് സംസാരിച്ചാലല്ലേ അവർക്ക് അവിടെ ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പോഴാണ് ഇവരൊന്ന് കുറച്ചെങ്കിലും ജസ്റ്റ് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവർ മാത്രം ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അതിപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ.